ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടേം പലർക്കും ഒരു പക്ഷേ കേട്ട് പരിചയം ഉണ്ടാവില്ല, ചിലർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം. എന്തായാലും ആ വാക്ക് സെറുണ്ടിഫുട്ടി. സെറുണ്ടിഫുട്ടി നമ്മൾ സാധാരണ പറയുമ്പോൾ അത് സെറൻഡിപ്പിറ്റി എന്നാണ് പറയുക. ശരിക്കും അത് സെറുണ്ടൈഫുട്ടി, അതാണ് ആ വാക്ക്. ഈ വാക്ക് എങ്ങനെയാണ് ഫേമസ് ആയത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ശരിക്ക് സെറൻടീപ്പ് എന്നൊരു പേര് അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് പേർഷ്യൻ അല്ലെങ്കിൽ അറബിക് നെയിം ഫോർ ശ്രീലങ്ക എന്നാണ്. അപ്പോൾ ശ്രീലങ്കയുടെ പേർഷ്യൻ അല്ലെങ്കിൽ അറബിക് നെയിം സെറൻടീപ്പ്, അങ്ങനൊരു വാക്കിൽ നിന്നാണ് ആ ശ്രീലങ്ക വരുന്നത്. പക്ഷേ ഇതിനൊരു സാൻസ്ക്രിറ്റ് ഒറിജിൻ ഉണ്ടെന്ന് പറയണു. അതിൻ്റെ പേരാണ് സിംഹള ദ്വീപ. സിംഹള ദ്വീപ അതിൻ്റെ അർത്ഥം ഡെല്ലിംഗ് പ്ലേസ് ഓഫ് ലയൺസ് ഐലൻഡ്. അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. സിംഹള ദ്വീപ സാൻസ്ക്രിറ്റ് ഒരു മീനിങ് ആണ്. അറേബ്യൻസ് ഇത് ഇന്ത്യക്കാരിൽ നിന്നും പിന്നീട് കടമെടുത്ത വാക്കാണ്. എങ്ങനെ? ഈ പണ്ട് കാലത്ത് ട്രേഡ്സ് നടന്നിരുന്നപ്പോൾ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്ന സിംഹള ദ്വീപ എന്ന സാംസ്ക്രിറ്റ് വാക്കിൽ നിന്നാണ് അറബ്സ് ഈ വാക്ക് എടുത്തതെന്നൊരു വശം കൂടെ ഉണ്ട്. എന്തായാലും അങ്ങനെയാണ് ആ വാക്കിൻ്റെ ഒറിജിൻ. വേർഡ് സെറൻഡിഫുട്ടി വാസ് കോയിൻഡ് ബൈ 18th century ബ്രിട്ടീഷ് റൈറ്റർ ഹൊറേസ് വാൾപോൾ. ഈ ഹൊറേസ് വാൾപോൾ എന്നൊരു ബ്രിട്ടീഷുകാരനാണ് 18th centuryയിൽ സെറൻഡിപ്പിറ്റി എന്ന വാക്ക് കോയിൻ ചെയ്യുമെന്ന് പറയുന്നു. അതിന് തന്നെ ഹിസ്റ്ററി ഉണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹം ഒരു ഫെയറി ടെയിൽ, യക്ഷിക്കഥ, ആ ബുക്കിൻ്റെ ടൈറ്റില് പ്രിൻസസ് ഓഫ് സെറൻടീപ്പ്. അതിൽ ഈ പ്രിൻസസ് പലപ്പോഴും വിചാരിക്കാതെ മറ്റു പലതും ചെയ്യുമ്പോൾ പുതിയ ചില സാധനങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതിൽ ഡിസ്കവറീസ് ബൈ ചാൻസ്. അപ്പം അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ വലിയൊരു ഒറിജിൻ ഉണ്ടായിരുന്നു, ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ഉണ്ട്. പല രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പല ഭാഷയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സയൻസിൽ ഈ വാക്ക് കണ്ടവാൻ ഉപയോഗിക്കും. നമ്മൾ ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സെറുണ്ടിഫുട്ടി. നമ്മൾ സാധാരണ പറയുമ്പോൾ സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞു പോകും. അതിൻ്റെ മീനിങ് ഹാപ്പി ആക്സിഡൻ്റൽ ഡിസ്കവറീസ്. നമ്മൾ വിചാരിക്കാതെ മറ്റു പലതും ചെയ്യുമ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തുക ആണ് ഹാപ്പി ആക്സിഡൻ്റൽ ഡിസ്കവറി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം. അവിടേക്ക് പോകുമ്പോൾ അവിടെ റോഡ് ബ്ലോക്ക്. അപ്പോൾ വേറൊരു ഡൈവേർഷൻ ഉണ്ട്. അപ്പോൾ ആ വഴിക്ക് പോയി. അതിൽ പോയപ്പോൾ കാണാം ശരിക്കുള്ള വഴിയേക്കാളും കുറച്ചേ സമയം വേണ്ടു, കുറച്ചേ ദൂരമുള്ളൂ നല്ല വഴി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു നല്ലൊരു വഴിയാണല്ലോ. നമ്മൾ വിചാരിക്കാതെ ഒരെണ്ണം കണ്ടുപിടിച്ചു. അങ്ങനെയുള്ളതാണ് ഹാപ്പി ആക്സിഡൻ്റൽ ഡിസ്കവറി. ആ ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥമാണ് സെറുണ്ടിഫുട്ടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻസിൽ കണ്ടമാനം എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആണ് ആൻറ്റിബയോട്ടിക്, പെൻസിലിൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആൻറ്റിബയോട്ടിക്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് കുറച്ച് കൊണ്ടുവരികയാണ് ഗവൺമെൻറ്, കാരണം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്, പെൻസിലിൻ, അതിൻ്റെ ഡിസ്കവറി ഒരു സെറൻഡിപ്പിറ്റിയാണ്. നിങ്ങൾക്ക് സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർമ്മയുണ്ടാവും, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻ 1928. അദ്ദേഹം സ്റ്റഫൈലോകോക്കെ എന്ന ബാക്ടീരിയനെ ഒരു പെട്രി ഡിഷിൽ വളർത്തുകയാണ്. പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ കാണാം ഈ ബാക്ടീരിയനെ ഒരു പ്രത്യേക ഒരു ഫംഗസ് വന്ന് നശിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം നോക്കി ഏതാണ് ആ ഫംഗസ്. അപ്പോൾ ഫംഗസ് ആണ് പെൻസിലിയം. അതെങ്ങനെ നശിപ്പിക്കണു? പെൻസിലിയം ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ പേരാണ് പെൻസിലിൻ. അങ്ങനെയാണ് ആ പേര് വരുന്നത്. അപ്പോൾ ഈ പെൻസിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അത് ആ ബാക്ടീരിയനെ നശിപ്പിക്കുകയാണ്, സ്റ്റഫൈലോകോക്കേനെ. സ്റ്റഫൈലോകോക്കെ പല ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അപ്പോൾ ഇന്ന ഫംഗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന കെമിക്കൽ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യും, ആ ഫംഗസ് മറ്റേ ബാക്ടീരിയനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇത്തരം അതിനു വേണ്ടി അദ്ദേഹം ചെയ്തതല്ല, അദ്ദേഹം കണ്ടുപിടിക്കുകയാണ് അതെങ്ങനെയോ ആക്സിഡൻ്റലായിട്ട്. അപ്പോൾ ഇതിന് മനസ്സിലായി ഇതൊരു നല്ലൊരു വർക്കാണ്, വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്തരം വർക്കാണ് സെറൻഡിഫുട്ടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പിന്നീട് നോബൽ പ്രൈസ് കിട്ടി. അലക്സാണ്ടർ വർക്ക് 1928 നടക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവല്, ഇൻഫെക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട വർക്ക് 3 പേരാണ് നടത്തിയത്. അതിൽ മെയിനായിട്ട് ഫ്ലെമിംഗ്, പിന്നെ ചെയിൻ ഫ്ലോറി. ചെയിൻ ഫ്ലോറിയാണ് അതിൻ്റെ മെയിൻ ബ്രെയിൻ.
ഇനീഷ്യൽ വർക്ക് നടത്തിയത് ഫ്ലെമിംഗ്. ഇവർക്ക് 3 പേർക്കും കൂടിയിട്ടാണ് 1945 നോബൽ പ്രൈസ് കൊടുക്കുന്നത്. പർപ്പസ് എങ്ങനെയാണ് പെൻസിലിൻ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നത്, കാരണം അന്ന് അങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക് ഇല്ല. അപ്പോൾ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, സെറിൻഡിപ്പിറ്റി, സെറുൻഡിഫുറ്റി. അതിൻ്റെ അർത്ഥം ഹാപ്പി ആക്സിഡൻ്റൽ ഡിസ്കവറി. പലർക്കും അത് കേട്ട് പരിചയം ഉണ്ടാവില്ല, ചിലർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾ, പിന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഐറ്റവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ടേക്ക് കെയർ, താങ്ക് യു, ബൈ.